ചേച്ചി എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷം തോന്നുന്നു. എന്ത് ജോലി ചെയ്യുന്നത്? അസിസ്റ്റൻ്റായിട്ട് KSRTC ജോലി ചെയ്യുന്നത്. KSRTC തന്നെ ജീവനക്കാരി. അതെ അതെ. നിങ്ങൾക്കും അപ്പോൾ ഇത് പോകാനും വരാനും ഒക്കെ വളരെയധികം സൗകര്യമായിരിക്കും. അതെ, വളരെയധികം സൗകര്യമുണ്ട്. എന്താണ് സന്തോഷം തോന്നുന്നു, വളരെ ഹാപ്പിയാണ്. സ്ത്രീ സുരക്ഷിതത്വം മുൻനിർത്തി സർക്കാർ കാണിച്ചതിനോട് വളരെ ഹാപ്പി. രാത്രി കാലങ്ങളിൽ തിരുവനന്തപുരം നഗരിയിൽ എത്തുന്ന സ്ത്രീകൾക്ക് ഇനി വളരെയധികം സുരക്ഷിതമായി KSRTCയിൽ യാത്ര ചെയ്യാം. അതിനായി ഇപ്പോൾ സർക്കാരിൻ്റെ പുതിയൊരു പദ്ധതിയുടെ ഭാഗമായി പിങ്ക് ബസ്സുകൾ നിരത്തിലേക്ക് ഇറങ്ങുകയാണ്. അതായത് ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് രാത്രികാലങ്ങളിൽ തിരുവനന്തപുരം നഗരിയിലേക്ക് വരുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു സർവീസ് ആയിരിക്കും നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഇത് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഈ സർവീസുകളുള്ളത്. രാത്രി കാലങ്ങളിൽ, അതായത് ഏകദേശം 4:30 തുടങ്ങുന്ന സർവീസ് 10:45 അവസാനിപ്പിക്കും. എന്നാൽ പുലർച്ചെയും ഈ സർവീസ് ഇവിടെ ആരംഭിക്കും. അതായത് ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിട്ട് വരുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും രാവിലത്തെ സർവീസിൽ കയറാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു പ്രിയദർശിനി പദ്ധതി ഏറ്റവും അധികം ഹിറ്റായി മാറിയതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും സ്ത്രീകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ സർക്കാർ വീണ്ടും മറ്റൊരു പദ്ധതി ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. പ്രധാനമായും സർവീസ് നടത്തുന്നത് തമ്പാനൂരിൽ നിന്നും ഈസ്റ്റ് ഫോർട്ട്, അത് കഴിഞ്ഞ് ടെക്നോ പാർക്ക്, അതുപോലെ പട്ടം മെഡിക്കൽ കോളേജ് എന്നീ സ്ഥലങ്ങളിലെല്ലാം ഈ ഒരു സർവീസ് ഉണ്ടായിരിക്കും. പ്രിയദർശിനി പദ്ധതി സൗജന്യമാണ് എങ്കിൽ പിങ്ക് ബസ്സിൽ നമുക്ക് സൗജന്യമല്ല. ഇവിടെ ടിക്കറ്റ് എടുത്ത് തന്നെ നമ്മൾ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊന്ന് മനസ്സിൽ വെക്കണം എല്ലാവരും. പ്രധാനമായും സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് സർക്കാർ ഈ ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത്, ഇപ്പം നമുക്കറിയാം, ഇതിൻ്റെ ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, പിങ്ക് ബസ് എന്ന പേരിനുൾപ്പെടെ നമ്മളെപ്പോഴും മനസ്സിലെന്താ ചിന്തിക്കുക, പിങ്ക് കളറിലുള്ള ഒരു ബസ്സായിരിക്കും ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എന്നായിരിക്കും. പക്ഷേ അതിന് വിപരീതമായി ചെറിയൊരു കളർ ചേഞ്ചോട് കൂടിയിട്ടാണ് ബസ് ഇപ്പോൾ നിരത്തിലേക്ക് ഇറക്കിയിരിക്കുന്നത്. എന്തായാലും മന്ത്രി പറഞ്ഞിരിക്കുന്നത് എത്രയും വേഗം തന്നെ അത് പിങ്ക് കളറാക്കി മാറ്റുമെന്നാണ്. എന്നാൽ നിലവിൽ പിങ്ക് ബസ്സായിട്ട് ഈ ഒരു ബസ്സായിരിക്കും, ഒരു പച്ച കലർന്ന ഒരു കളറോട് കൂടിയിട്ടുള്ള ബസ്സാണ് ഇപ്പോൾ നിരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ പദ്ധതി എത്രത്തോളം ഇനി ഇത് മുന്നോട്ട് പോകും, അല്ലെങ്കിൽ എത്ര നാൾ ഈ പദ്ധതി സർക്കാരിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് കണ്ടറിയാൻ പറ്റുന്നതാണ്.